നമസ്കാരം. ക്ലാസിക് സ്റ്റോറീസ് ബൈ ഷിൻസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ കണ്ടത് അബ്രഹാമിൻ്റെ അനുസരണമായിരുന്നു. ദൈവം വിളിച്ചപ്പോൾ എങ്ങോട്ടെന്നറിയാതെ ഇറങ്ങിയ കഥ. പക്ഷേ ഇന്നത്തെ കഥ വേറെയാണ്. വാഗ്ദാനം കിട്ടിയിട്ടും അത് നിവൃത്തിയാക്കാൻ 25 വർഷം കാത്തിരുന്ന ഒരു മനുഷ്യൻ്റെ കഥ. ക്ഷമ കേട്ട് സ്വന്തം ബുദ്ധി കാണിച്ചതും എന്നിട്ടും ദൈവം കൈവിടാത്തതും ഉൽപ്പത്തി 15 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു രാത്രി ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം മഹത്തായ പ്രതിഫലവുമാകുന്നു. അബ്രഹാം സങ്കടത്തോടെ ചോദിച്ചു, കർത്താവേ, എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി പോവുകയാണ്. എൻ്റെ വീട്ടിലെ ദാസനാണ് എൻ്റെ അവകാശി. ദൈവം അവനെ പുറത്തേക്ക് കൊണ്ടുപോയി. അവിടുന്ന് പറഞ്ഞു, ആകാശത്തേക്ക് നോക്ക്, ഈ നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ നീ എണ്ണ്. നിന്റെ സന്തതികളും ഇപ്രകാരമായിരിക്കും. അബ്രഹാം വിശ്വസിച്ചു. ആ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കാക്കി. പിന്നെ ദൈവം അബ്രഹാമുമായി ഒരു ഉടമ്പടി ചെയ്തു. അവിടുന്ന് കൽപ്പിച്ചു, 3 വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടനാട് എന്നിവയെയും ഒരു ചെങ്ങാലിയെയും ഒരു ഇളം പ്രാവിനെയും എനിക്കായി കൊണ്ടുവരിക. അവൻ അവയെല്ലാം കൊണ്ടുവന്നു. അവയെ 2ആയി പിളർന്ന് ഭാഗങ്ങൾ നേർക്കുനേർ വെച്ചു. പക്ഷികളെ അവൻ പിളർന്നില്ല. അഗ്നിജ്വാല അവയുടെ നടുവിലൂടെ കടന്നുപോയി. ഈ ദേശം മുഴുവൻ നിന്റെ സന്തതികൾക്കായി ഞാൻ തരും എന്ന് ദൈവം അബ്രാഹത്തോട് ഉടമ്പടി ചെയ്തു. സാറായ്ക്ക് 85 വയസ്സായി. ഇനി കുട്ടികൾ ഉണ്ടാവുകയില്ല എന്ന് അവൾക്ക് തോന്നി. അങ്ങനെ അവൾ ഈജിപ്ഷ്യൻ ദാസിയായ ഹാഗാറിനെ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു. ഹാഗാർ ഗർഭിണിയായപ്പോൾ അവൾ സാറയെ പുച്ഛിച്ചു. സാറ കോപിച്ച് ഹാഗാറിനെ പീഡിപ്പിച്ചു. സഹിക്കാനാകാതെ ഹാഗാർ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ ഒരു ഉറവയ്ക്കരികിൽ ദൈവദൂതൻ അവളെ കണ്ടു. സാറായുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് കീഴടങ്ങി ജീവിക്കുക. ദൂതൻ പറഞ്ഞു, നീ പ്രസവിക്കുന്ന മകന് ഇസ്മായേൽ എന്ന് പേരിടണം. അവൻ കാട്ടുകഴുതയെപ്പോലെ സ്വതന്ത്രനാകും. ഹാഗാർ ദൈവത്തെ എൽറോയ്, എന്നെ കാണുന്ന ദൈവം എന്ന് വിളിച്ചു. അവൾ മടങ്ങിച്ചെന്ന് സാറായ്ക്ക് കീഴടങ്ങി ജീവിച്ചു. അവൾ ഇസ്മായേലിനെ പ്രസവിച്ചു. അബ്രഹാമിന് ഇപ്പോൾ 86 വയസ്സ്. അബ്രഹാത്തിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ. എൻ്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ നിനക്ക് വളരെയേറെ സന്താനങ്ങളെ നൽകും. ദൈവം അവൻ്റെ പേര് അബ്രാം എന്നതിൽ നിന്ന് അബ്രഹാം, ബഹുജനത്തിൻ്റെ പിതാവ് എന്നാക്കി മാറ്റി. അബ്രഹാമിൻ്റെ ഭാര്യ സാറായി. എന്നാൽ സാറായി എന്ന പേര് മാറ്റി സാറ എന്നാക്കി. സാറ എന്ന പദത്തിനർത്ഥം രാജകുമാരി. പിന്നെ ദൈവം പറഞ്ഞു, അടുത്ത വർഷം ഈ സമയത്ത് സാറ, നിനക്കൊരു മകനുണ്ടായിരിക്കും. നീ അവന് ഇസഹാക്ക് എന്ന് പേരിടണം. അബ്രഹാം ചിരിച്ചു. 100 വയസ്സുള്ള തനിക്കും 90 വയസ്സുള്ള സാറയ്ക്കും കുട്ടി ഉണ്ടാകുമെന്നോ? പക്ഷേ ദൈവം പറഞ്ഞു, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഉടമ്പടിയുടെ അടയാളമായി ദൈവം പരിച്ഛേദനം കൽപ്പിച്ചു. അബ്രഹാമും വീട്ടിലെ എല്ലാ പുരുഷന്മാരും അന്നു തന്നെ പരിച്ഛേദനമേറ്റു. ഒരു ഉച്ച സമയം 3 പുരുഷന്മാർ അബ്രഹാമിൻ്റെ കൂടാരത്തിനരികിൽ വന്നു. അബ്രഹാം ഓടിച്ചെന്ന് സാഷ്ടാംഗം വീണ് അവരെ സ്വീകരിച്ചു. അപ്പം, പാൽ, മാംസം എന്നിവ കൊടുത്ത് സൽക്കരിച്ചു. അവരിൽ ഒരാൾ പറഞ്ഞു, അടുത്ത വർഷം ഞാൻ മടങ്ങി വരുമ്പോൾ സാറായ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഇത് കേട്ട് സാറ ഉള്ളിൽ ചിരിച്ചു. വൃദ്ധയായ എനിക്ക് സുഖഭോഗം ഉണ്ടാകുമോ? ദൈവം ചോദിച്ചു, സാറ, നീ എന്തിനു ചിരിച്ചു? ദൈവത്തിന് അസാധ്യമായ കാര്യമെന്തെങ്കിലും ഉണ്ടോ? പിന്നെ ആ മൂവരും സോദോമിലേക്ക് നോക്കി. ദൈവം പറഞ്ഞു, സോദോമിൻ്റെയും ഗൊമോറയുടെയും നിലവിളി വലുതാണ്. അവരുടെ പാപം അതികഠിനം. അബ്രഹാം ദൈവത്തോട് കെഞ്ചി, നീതിമാനെ ദുഷ്ടനോട് കൂടെ നശിപ്പിക്കുമോ?
ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിലോ? ദൈവം 50 പേരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കുകയില്ല. അബ്രഹാം 45, 40, 30, 20, ഒടുവിൽ 10 വരെ ചോദിച്ചു. 10 നീതിമാന്മാർ ഉണ്ടെങ്കിലും ഞാൻ നശിപ്പിക്കുകയില്ല എന്ന് ദൈവം വാക്കുകൊടുത്തു. വൈകുന്നേരം 2 ദൂതന്മാർ സോതോമിലെത്തി. അബ്രഹാമിൻ്റെ സഹോദരപുത്രൻ ലോത്ത് പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു. കാലുകൾ കഴുകി ഭക്ഷണം കൊടുത്തു. രാത്രിയായപ്പോൾ സോതോം പട്ടണക്കാർ, ചെറുപ്പക്കാർ മുതൽ വൃദ്ധന്മാർ വരെ, ലോത്തിൻ്റെ വീട് വളഞ്ഞു. നിന്റെ വീട്ടിൽ വന്ന പുരുഷന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരിക. അവർ അലറി. ലോത്ത് പുറത്തിറങ്ങി കെഞ്ചി, സഹോദരന്മാരെ, ഈ ദുഷ്ടത ചെയ്യരുത്. പക്ഷേ അവർ ലോത്തിനെ തള്ളി മാറ്റി വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ ശ്രമിച്ചു. ദൂതന്മാർ പറഞ്ഞു, ലോത്തേ, നിനക്കുള്ളതെല്ലാം വേഗം എടുത്തിട്ട് വേഗം ഇവിടെ നിന്ന് ഓടിപ്പോയിക്കൊള്ളൂ. ഈ പട്ടണത്തെ നശിപ്പിക്കുവാനാണ് പിതാവായ ദൈവം ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ലോത്ത് മരുമക്കളോട് പറഞ്ഞപ്പോൾ അവർ കളിയാക്കി ചിരിച്ചു. എന്നാൽ നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനെയും ഭാര്യയെയും 2 പെൺമക്കളെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്താക്കി. ജീവൻ രക്ഷിക്കാൻ മലയിലേക്ക് ഓടിക്കോ, പിന്നോട്ട് നോക്കരുത്, അവർ കൽപ്പിച്ചു. ലോത്ത് അപേക്ഷിച്ചു, മല വരെ ഓടാൻ കഴിയില്ല. അടുത്തുള്ള ചെറിയ പട്ടണമായ സോവേറിലേക്ക് ഞാൻ പൊക്കോട്ടെ. ദൈവം സമ്മതിച്ചു. സൂര്യൻ ഉദിച്ചപ്പോൾ യഹോവ ആകാശത്ത് നിന്ന് ഗന്ധകവും തീയും സോതോമിൻ്റെയും ഗൊമോറയുടെയും മേൽ വർഷിപ്പിച്ചു. പട്ടണങ്ങളും സമതലങ്ങളും നശിച്ചു. പക്ഷേ ലോത്തിൻ്റെ ഭാര്യ പിന്നോട്ട് നോക്കി. അവൾ ഉപ്പുതൂണായി മാറി. രാവിലെ അബ്രഹാം സോതോമിന് നേരെ നോക്കിയപ്പോൾ ചൂളയിൽ നിന്നെന്ന പോലെ പുക ഉയരുന്നത് കണ്ടു. ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ രക്ഷിച്ചു. സോവാറിൽ പാർക്കാൻ ലോത്തിന് ഭയമായിരുന്നു. അതുകൊണ്ട് അവൻ തൻ്റെ 2 പെൺമക്കളോടുകൂടെ അവിടെ നിന്ന് പുറത്തു കടന്ന് മലയിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ പാർത്തു. മൂത്തവൾ ഇളയവളോട് പറഞ്ഞു, നമ്മുടെ പിതാവിന് പ്രായമായി. ലോകനടപ്പനുസരിച്ച് നമ്മോട് സംഗമിക്കുവാൻ ഭൂമിയിൽ വേറൊരു പുരുഷനുമില്ല. അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച് നമുക്ക് അവനോടൊന്നിച്ച് ശയിക്കാം. അങ്ങനെ അപ്പൻ്റെ സന്താന പരമ്പര നിലനിർത്താം. അവർ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ചു മയക്കി. ഇരുവരും ഗർഭം ധരിച്ചു. മൂത്തവൾക്ക് മൊവാബും ഇളയവൾക്ക് ബെൻ അമ്മിയും ജനിച്ചു. മൊവാബരുടെയും അമോന്യരുടെയും പിതാക്കന്മാർ. അബ്രഹാം അവിടെ നിന്ന് തെക്കോട്ട് യാത്ര ചെയ്ത് ഗെരാറിൽ താമസിച്ചു. അവിടെയും അവൻ ഭയം കാരണം സാറായെ എൻ്റെ സഹോദരി എന്ന് പറഞ്ഞു. ഗെരാർ രാജാവായ അബിമേലെക്ക് സാറായെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷെ അന്ന് രാത്രി ദൈവം സ്വപ്നത്തിൽ അബിമേലെക്കിന് മുന്നറിയിപ്പ് നൽകി. നീ മരിക്കും, കാരണം നീ എടുത്ത സ്ത്രീ വിവാഹിതയാണ്. അബിമേലെക്ക് ഞെട്ടി. കർത്താവേ, നീതിമാനായ ജനതയെ നീ കൊല്ലുമോ? അവൻ എൻ്റെ സഹോദരി എന്ന് പറഞ്ഞതല്ലേ? ഞാൻ നിർദോഷിയാണ്. ദൈവം പറഞ്ഞു, അതെ, നീ നിർദോഷിയാണ്, അതെനിക്കറിയാം. അതുകൊണ്ടാണ് നീ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ നിന്നെ തടഞ്ഞത്. ഇപ്പോൾ ആ സ്ത്രീയെ അവളുടെ ഭർത്താവിന് തിരികെ കൊടുക്കുക. അവൻ പ്രവാചകനാണ്. അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നീ ജീവിക്കുകയും ചെയ്യും. രാവിലെ തന്നെ അബിമേലെക്ക് അബ്രഹാമിനെ വിളിച്ചു. നീ ഞങ്ങളോട് എന്താണ് ചെയ്തത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ എൻ്റെ മേൽ ഇത്ര വലിയ പാപം വരുത്തിയത്? അബ്രഹാം പറഞ്ഞു, ഈ സ്ഥലത്ത് ദൈവഭയമില്ല. എൻ്റെ ഭാര്യ നിമിത്തം എന്നെ കൊല്ലുമെന്ന് ഞാൻ കരുതി. സത്യത്തിൽ അവൾ എൻ്റെ പിതാവിൻ്റെ മകളാണ്, പക്ഷെ അമ്മയുടെ മകളല്ല. ഞങ്ങൾ വിവാഹിതരായി. അബിമേലെക്ക് അബ്രഹാമിന് ആടുമാടുകളെയും ദാസീദാസന്മാരെയും സാറായിയെയും തിരികെ കൊടുത്തു. 1000 വെള്ളിക്കാശും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതാ എൻ്റെ ദേശം നിന്റെ മുൻപിൽ, നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പാർക്കാം. അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അബിമേലെക്കിൻ്റെ കുടുംബത്തെ സുഖപ്പെടുത്തി. കാരണം സാറ നിമിത്തം അബിമേലെക്കിൻ്റെ വീട്ടിലെ എല്ലാ സ്ത്രീകളുടെയും ഗർഭപാത്രം ദൈവം അടച്ചിരുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അബ്രാഹത്തിന് 100 വയസ്സ് തികയാൻ പോവുകയാണ്.
ദൈവം പറഞ്ഞ വാഗ്ദാനത്തിൻ്റെ സമയം അടുത്തു വരുന്നു. പക്ഷെ സാറ ശരിക്കും ഒരു കുഞ്ഞിന് ജന്മം നൽകുമോ? ഇസ്മായേലിൻ്റെ കാര്യം എന്താകും? അബിമേലെക്കിന് ശേഷം അബ്രഹാത്തിൻ്റെ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതെല്ലാം അടുത്ത ഭാഗത്തിൽ നമുക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. ദൈവവചനം മറ്റുള്ളവരിലേക്കും എത്തിക്കുവാൻ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത ഭാഗങ്ങൾ മിസ്സാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുതേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണാം. നന്ദി.